വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് നിഖ്യാ വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസത്തിന്റെ കൊടി അടയാളം എന്നതാണ്. ഫ്ലാഗ്ഷിപ്പ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, നൈസീൻ ക്രീഡ്. എന്താ ഈ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ? അത് നേവിയുമായിട്ട് അല്ലെങ്കിൽ കപ്പൽ വ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു വാക്കാണ്. നേവിക്കാർ പലപ്പോഴും അവരുടെ ഈ നേവൽ പരേഡ് നടത്താറ്, അല്ലെങ്കിൽ യുദ്ധത്തിൽ പോകുന്നത് ആ അവസരത്തിൽ ഒരു കപ്പല് മുന്നേ പോകും. ആ കപ്പലിലായിരിക്കും ആ കൊടിയുള്ളത്. കാരണം ആ കൊടി കപ്പൽ നോക്കി വേണം ബാക്കിയുള്ള കുറേയുള്ളതായ കപ്പലുകൾ പോകാൻ. അല്ലാത്ത അവസരങ്ങളിൽ യുദ്ധമില്ലാത്തപ്പോഴും അവരുടെ ശക്തി പ്രകടിപ്പിക്കാനായിട്ട് പോകുന്നതായ അവസരത്തിലും ഒരു കപ്പൽ മുന്നേ പോകും. ആ കപ്പലിൽ ഒരു കൊടി കാണും. ആ കപ്പലിനെ വേണം എല്ലാവരും അനുഗമിക്കാൻ. എന്നതുപോലെ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് ഈ നിഖ്യാ വിശ്വാസ പ്രമാണം. അതെന്താണെന്നുള്ളത് പ്രകാരം ഓർപ്പിക്കാം. ഇന്ന് നമ്മളിവിടെ കൂടാനായിട്ടുള്ള കാരണം ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ആർത്തമാസഭയാണ് ഈ വിഷയം അതിഗൗരവമായിട്ട് ചിന്തിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 അന്തർദേശീയ മീറ്റിങ്ങുകൾ സംബന്ധിച്ച്, ഒന്ന് കോലാലംപൂരിലും മറ്റൊന്ന് റോമിലും. പക്ഷെങ്കിൽ അവിടെ സംബന്ധിച്ചതായ ആരും തന്നെ അവരുടെ സഭകള് ഇതിത്ര ഗൗരവമായിട്ട് പഠിക്കുന്നതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ല. അവര് പേപ്പറുകളൊക്കെ അവതരിപ്പിച്ചു, വലിയ മണ്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനി എപ്പിസ്കോപ്പൽ സിനഡിനെയും മുക്തകണ്ഠം പ്രശംസിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതെന്താണ് ജനങ്ങൾ ചൊല്ലുന്നത്, ഇതെന്താണ് ജനങ്ങൾ അവർ ഉരുവിടുന്നത്, അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പല വിധത്തിൽ, അത് ഞാൻ വിവരിക്കുന്നില്ല, പല വിധത്തിൽ സഭയിൽ തന്നെ പ്രാധാന്യം കൊടുത്തു. അച്ഛനെ പോലുള്ളതായ വികാരിമാര് ഇതിന് താല്പര്യമെടുത്തു. അതുകൊണ്ട് മാർത്തോമാ സഭയാണ് ഈ വിഷയത്തെ ലോക സഭകളിൽ ഒന്നാമതായിട്ട് ഗൗരവമായിട്ട് എടുത്തത്. അതൊരു ഭംഗിവാക്കല്ല. അത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ ലോകരൊന്നും അറിയുന്നില്ലായിരിക്കാം, പക്ഷേ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ നല്ലൊരു ആമുഖം പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ജോലി ലഘൂകരിച്ചു. നിഖ്യാ വിശ്വാസ പ്രമാണത്തിന്റെ 1700ാമത്തെ വർഷമാണ് ഈ വർഷം. അതായത് AD 325 കർത്താവിന്റെ ഉയർത്തുന്നതിന് ശേഷം 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രമാണം അല്ലെങ്കിൽ ഈ വിശ്വാസ പ്രമാണം രൂപീകരിച്ചത്. ഇപ്പോൾ 2025 1700ാമത്തെ വർഷമായിരിക്കുകയാണ്. എന്താണ് നിഖ്യ? നിഖ്യ എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണ്. അതിപ്പോൾ ആധുനിക ടർക്കിയിലുള്ളതായ ഒരു സ്ഥലമാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി NICEA എന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അവരുടെ മുസ്ലിം സാപ്പേര് മാറ്റി അവർ ഇസ്നിക് എന്നാക്കിയിട്ടുണ്ട്, IZNIK. അപ്പോൾ ആ പേര് അടിച്ചു നോക്കാമെങ്കിൽ ഈ വിശ്വാസ പ്രമാണത്തെ കുറിച്ചല്ല, എവിടെയാണ് ഈ നിഖ്യ, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, അത് ഒരു മുസ്ലിം പെർസ്പെക്റ്റീവിൽ അവർ പറയും, അല്ല ക്രിസ്തീയ കാര്യങ്ങളും അവർ പറയും. അപ്പോൾ അത് മനോഹരമായ ഈ മെഡിറ്ററേനിയൻ്റെ തീരത്തുള്ളതായ മനോഹരമായ ഒരു ചെറിയ പട്ടണമാണിത്. ഇന്ന് അത് അവിടുത്തെ ക്രിസ്ത്യാനികൾ ചെല്ലുന്നത് കൊണ്ട് അതിന് പ്രാധാന്യമുള്ളത് അത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് യാതൊരു പ്രാധാന്യവും അവരായിട്ട് കൊടുക്കുന്നില്ല. ഏതായാലും ക്രിസ്തീയ സഭയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കണ്ടല്ലോ മീഡിയയിലൊക്കെ പോപ്പ് ലിയോ 14 അതുപോലെ തന്നെ WCCയുടെ ജനറൽ സെക്രട്ടറി, പിന്നെ എക്യുമെനിക്കൽ പേട്രിയാർക്കും അവിടെ ഒന്നിച്ച് ആരാധനയിൽ സംബന്ധിക്കുകയും ഈ നിഖ്യാ വിശ്വാസ പ്രമാണം അവർ 3 കൂട്ടർ, ഓർത്തഡോക്സ്, കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ്, അത് 3 കൂട്ടരും ഒരുമിച്ച് ഉരുവിടുകയും ചെയ്തു. അപ്പോൾ ലോക സഭകൾ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നു. എല്ലാ എപ്പിസ്കോപ്പൽ സഭകളും, അതായത് മെത്രാച്ചന്മാരും അച്ഛന്മാരും ഉള്ളതായ എല്ലാ സഭകളും ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നു. ഇനി
ഇതിനെ നോൺ എപ്പിസ്കോപ്പൽ എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ് പോലുള്ള സഭകൾ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല, അല്ല അവരൊന്നും ചൊല്ലുന്നില്ല. എന്നാൽ ഇന്ത്യക്ക് വെളിയിലുള്ളതായ ചില പെന്തിക്കോസ് സഭകൾ ഇത് ചൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവർ ചൊല്ലിയില്ലെങ്കിൽ നമ്മൾ ചൊല്ലിയാലും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ പ്രകാരം പറയാം. അപ്പോൾ ഞാൻ ഒന്നാമതായിട്ട് ഇപ്പോൾ പറഞ്ഞത്, നിഖ്യ എന്നതായ സ്ഥലത്ത് AD 325 അഖില ലോക സഭകളെല്ലാം കൂടെ ഒന്നിച്ചു കൂടി തീരുമാനിച്ചതായ ഒരു പ്രമാണമാണ്, അടിസ്ഥാന രേഖയാണ്, വിശ്വാസത്തിൻ്റെ കൊടി അടയാളമാണ് ഈ നിഖ്യ വിശ്വാസ പ്രമാണം. അപ്പോൾ നമുക്ക് ന്യായമായ ഒരു ചോദ്യം മനസ്സിൽ തോന്നാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അത് കഴിഞ്ഞിട്ട് 300 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഈ പ്രമാണം ഉണ്ടായത്. അതെന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ 300 വർഷത്തെ അനുഭവം മനസ്സിലാക്കണം. ആദ്യത്തെ 300 വർഷം ക്രിസ്തീയ സഭയുടെ അനുഭവം എന്തായിരുന്നു? ആദ്യത്തെ 300 കർത്താവിൻ്റെ ഉയർത്തുന്നതിന് ശേഷം 325 വരെ എന്തായിരുന്നു ക്രിസ്തീയ സഭയുടെ അനുഭവം? സഭ വലിയ പീഡനത്തിൽ കൂടെ കഴിഞ്ഞുപോയി. ആരാ പീഡിപ്പിച്ചത്? ഒന്നാമതായിട്ട് റോമാ സാമ്രാജ്യം പീഡിപ്പിച്ചു, യഹൂദന്മാർ പീഡിപ്പിച്ചു, മറ്റു മതക്കാർ പീഡിപ്പിച്ചു. അപ്പോൾ എന്തിനാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത്? അതിന് പല പല കാരണമുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും ഇത്രയും കാര്യം മനസ്സിലാക്കുക. സഭ കൊടിയ പീഡനത്തിൽ കൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ 4-ാം തുകതയിൽ മൗദ്യാനന്മാരും അതുപോലെ തന്നെ രക്തസാക്ഷികളും വിശ്വാസം ഏറ്റുപറഞ്ഞവരും അവരെക്കുറിച്ച് നാം ഓർക്കുന്നത്. അതിൻ്റെ കാരണം വിശ്വാസത്തിന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുത്തവരാണ് ഈ രക്തസാക്ഷികൾ. അതുകൊണ്ട് രക്തസാക്ഷികളുടെ നൂറ്റാണ്ടുകളാണ് ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ. അനേകരെ കൊന്നു. ക്രിസ്തീയ സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ല, ഒന്നിച്ചിരുന്ന് ഇതുപോലെ ആരാധിക്കാനും പാടാനും പ്രാർത്ഥിക്കാനായിട്ടില്ല. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ളതായ സ്വാതന്ത്ര്യമില്ലാത്തതായ ഒരു കാലത്താണ് ഈ സഭയായിട്ട് നിലനിന്നതും. അതിനെ തുടർന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരെണ്ണം രൂപീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ആദ്യത്തെ 300 വർഷങ്ങളിലെ ഒന്നാമത്തെ പ്രശ്നം പീഡനം, രണ്ടാമത്തെ പ്രശ്നം ദുരുപദേശം. അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി ദുരുപദേശങ്ങൾ പ്രചരിച്ചു. ഒരു കൂട്ടർ പറഞ്ഞ യേശു ക്രിസ്തു ദൈവമാണ്, വേറൊരു കൂട്ടർ പറഞ്ഞ യേശു ക്രിസ്തു മനുഷ്യനാണ്, വേറൊരു കൂട്ടർ പറഞ്ഞു ഇത് രണ്ടുമല്ല. ജനങ്ങൾ കൺഫ്യൂസ്ഡായി. ഇത് എന്താ വിശ്വസിക്കേണ്ടത്? ദൈവമാണെന്ന് വിശ്വസിക്കണോ, മനുഷ്യനാണെന്ന് വിശ്വസിക്കണോ, എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ഓരോരുത്തരും അവരവരുടെ എക്സ്പ്ലനേഷൻസ് നൽകാൻ തുടങ്ങി. ഇത് വലിയൊരു പ്രശ്നമായി. ആ പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് പീഡനം, രണ്ടാമത്തേത് ദുരുപദേശം, മൂന്നാമത്തേത് നമ്മളോർക്കും നിഖ്യ കൂടിയതായ അവസരത്തിൽ ഇങ്ങനൊരു വേദപുസ്തകം ഉണ്ടായിരുന്നു എന്ന്. ഇങ്ങനൊരു വേദപുസ്തകം ഇല്ലായിരുന്നു, തെറ്റിദ്ധരിക്കരുത്. വേദപുസ്തകത്തിലെ പുസ്തകങ്ങളുണ്ടായിരുന്നു, ഇങ്ങനൊരു വേദപുസ്തകം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ പുസ്തകങ്ങൾ 66 എന്ന് നിഖ്യയായി കൂടിയവർക്ക് അറിയത്തില്ല. കാരണം എന്താണ്? ഒന്നാമത് ഏതൊക്കെ പുസ്തകമാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. രണ്ടാമത്തേത് ഒരു പുസ്തകം ചെന്നൈ കിടക്കുന്നു, വേറൊരു പുസ്തകം മുംബൈ കിടക്കുന്നു, വേറൊരു പുസ്തകം ഡൽഹി കിടക്കുന്നു. ഇവിടെ കിടക്കുന്നത് എന്തിനാ ഇത്? കാരണം ഈ പുസ്തക രൂപത്തിലൊന്നും അല്ലല്ലോ, ഇത് ചുരുള രൂപത്തിലാണല്ലോ. അപ്പോൾ അതൊരു വലിയ ശ്രമസാധ്യമായ ഒരു കാര്യമായിരുന്നു ഇത് സമാഹരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വേദപുസ്തകം 66 പുസ്തകങ്ങളായി അതിൻ്റെ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളുണ്ടായിരുന്നു. 66 പുസ്തകങ്ങളായി ഒന്നിച്ച് ഇതുപോലെ ബൈൻഡ് ചെയ്ത് കുത്തിക്കെട്ടിയതായ പുസ്തകമില്ലായിരുന്നു. അപ്പോൾ പീഡനം, ദുരുപദേശം, വേദപുസ്തകത്തിൻ്റെ അഭാവം, ഇങ്ങനെയുള്ളതായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്
ഈ നിക്കാ സിനഗോസ് കൂടുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായെങ്കിൽ മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായോ? മനസ്സിലായോ? ഓക്കെ. മനസ്സിലായില്ല എങ്കിൽ പിന്നെ ചോദിക്കാനുള്ള അവസരമുണ്ട്, ചോദിക്കാൻ തന്നെ. അതായത് 325 വരെ ഇത് താമസിക്കാനുള്ള കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. എന്നാണ് 313 ആയപ്പോൾ, AD 313 ആയപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക്, ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഒന്നാമൻ ഒരു വലിയ വിളംബരം പുറപ്പെടുവിച്ചു. അതിൻ്റെ പേരാണ് എഡിക്റ്റ് ഓഫ് മിലാൻ. EDICT ഓഫ് മിലാൻ, MILAN. മിലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ ഒരു പട്ടണമാണ്, ഇന്നുള്ളത്. അപ്പോൾ എഡിക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ കൂടിയാണ് ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കരുത് എന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തീരുമാനിച്ചത്. അപ്പോൾ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ 313 ശേഷം, AD 313 ശേഷം ക്രൈസ്തവ സഭയെ റോമാ സാമ്രാജ്യം ഒരു കാരണവശാലും പീഡിപ്പിച്ചില്ല. 316 ഈ മനുഷ്യൻ കോൺസ്റ്റന്റൈൻ ഒന്നാമൻ ക്രിസ്ത്യാനിയായി തീർന്നു എന്ന ചരിത്രം പറയുന്നുണ്ട്. പല വ്യാഖ്യാനങ്ങളുണ്ട്, അത് പോകട്ടെ. 325 അദ്ദേഹം ലോകത്തിലുള്ളതായ എല്ലാ സഭകളുടെയും മെത്രാച്ചന്മാരെ, മെത്രാപ്പോലിത്തമാരെ ഈ പറയുന്നതായ നിഖ്യ എന്ന് പറയുന്നതായ സ്ഥലത്തെ വിളിച്ചുകൂട്ടി. 318 പേര്. ആ 318 പേര് മാത്രമല്ല, അവരുടെ കൂടെ ഓരോരുത്തരെയും കൂടെ ഒരു 3 പേരെ കൂടെ കൂട്ടിക്കും. ഏകദേശം 1000 പേരുടെ ഒരു, അല്ലെങ്കിൽ 1000-ൽ ചെറുതായി കൂടിയുള്ളതായ ഒരു സമ്മേളനമാണ് 325 മെയ് മാസം മുതൽ ഓഗസ്റ്റ് മാസം ഒടുവ് വരെ, ഏകദേശം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 2-2.5 മാസം അവിടെ നടന്നു. അവിടെ വെച്ച് ഈ സഭാപിതാക്കന്മാർ, അവരൊക്കെ വലിയ പണ്ഡിതന്മാരായ, അവര് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അത് നമ്മുടെ ഇടവസംഘം പോലെ തന്നെയായിരുന്നു. ഒരാളൊന്ന് പറയും, വേറൊരാളൊന്ന് പറയും, അതിനോട് ഒരാൾ എഗ്രി ചെയ്യും, വേറൊരാൾ എഗ്രി ചെയ്യത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഡിസ്കഷൻ കൂടെയാണ് ഫൈനലി ഇത് രൂപീകരിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്നതായ ഈ നിഖ്യാ വിശ്വാസ പ്രമാണം രൂപീകരിച്ചത്. അതിനൊരു വളർച്ചയുണ്ട്, അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അത് പൂർണ്ണമാക്കപ്പെട്ടത് 381-ലാണ്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് എന്താണ് നിഖ്യാ വിശ്വാസ പ്രമാണം, എവിടെയാണ് ഇത് കൂടിയത്, ഇത് ഇത്രയും എഴുതാനായിട്ട് എന്തുകൊണ്ടാണ് താമസമായത്, ഇത് ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്നതായ ചക്രവർത്തിയാണ്, അങ്ങേരാണ്, അദ്ദേഹമാണ് ഇത് വിളിച്ചു കൂട്ടിയത്. ഇത് വിളിച്ചു കൂട്ടിയതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാരണം അറിയൂസ് എന്ന് പറയുന്നതായ ഒരു പട്ടക്കാരൻ, അങ്ങേരെ ഈജിപ്തുകാരനാണ്, അലക്സാണ്ട്രിയക്കാരനാണ്. അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ഈജിപ്തിലുള്ള ഒരു വലിയ പട്ടണമാണ്. അവിടുത്തുകാരനാണ്, പട്ടക്കാരനാണ്, പണ്ഡിതനാണ്, സ്വാത്വികനാണ്, നല്ല മനുഷ്യനാണ്. അതായത് തല്ലിപ്പൊളിയൊന്നുമല്ല, നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പഠിപ്പിച്ചതായ ഒരു കാര്യം പാടിപ്പോയി. അദ്ദേഹം എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കുന്നതിലൊന്നും എനിക്ക് പ്രയാസമില്ല, പക്ഷെ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് സമനാണെന്ന് ഞാൻ സംബന്ധിച്ചു തരത്തില്ല. അപ്പൊ അങ്ങേർക്ക് അങ്ങേരുടേതായ കാരണങ്ങളുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഭാഗികമായിട്ട് അംഗീകരിച്ചു, യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ പൂർണ്ണമായി അംഗീകരിച്ചു, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഭാഗികമായിട്ട് മാത്രമേ അംഗീകരിച്ചു. അപ്പോൾ ആരാണ് യേശു ക്രിസ്തു എന്ന് അറിയൂസിനോട് ചോദിച്ചാൽ പറയും, യേശു ക്രിസ്തു പകുതി ദൈവമാണ്, കുട്ടി ദൈവമാണെന്ന് പറയും, പൂർണ്ണ ദൈവമാണെന്ന് പറയത്തില്ല. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം പറയാം. അതിലേക്കൊന്നും നമുക്കിപ്പം പോകേണ്ട സമയവുമില്ല, നമുക്കതിനകത്ത് വലിയ താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും
അങ്ങനെ പറഞ്ഞതായ ഒരു പ്രസ്താവനയാണ് ഇപ്രകാരം ഒന്ന് ഇടിച്ചു കൂട്ടാൻ കാരണമായി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ there was a time when he was not. he എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇല്ലാതിരുന്ന ഒരു സമയം നിത്യതയിലുണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും വലുതായ അബദ്ധം. എന്തുകൊണ്ടാണ്? എപ്രകാരം പിതാവായ ദൈവം ആയിരിക്കുന്നു അപ്രകാരം തന്നെയാണ് പുത്രനായ ദൈവം. എപ്രകാരം പിതാവായ ദൈവവും പുത്രനായ ദൈവവും ആയിരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവായ ദൈവം. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന വിശ്വാസമാണ് തൃത്വവിശ്വാസം. 3 ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു? ഇല്ല. നമ്മുടെ വിശ്വാസം ഒറ്റ ദൈവത്തിലാണ്, ഏക ദൈവത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കന്മാരൊക്കെ പഠിക്കാനായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ചില മതക്കാര് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്വാധീനിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ 3 ദൈവങ്ങളിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ അച്ഛന്മാരും പത്രാച്ചന്മാരും അങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. തെറ്റ്. നമ്മുടെ വിശ്വാസം ഏകദൈവ വിശ്വാസം തന്നെയാണ്. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന് പറയാതെ ദൈവത്തെക്കുറിച്ച് പറയാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം തൃത്വവിശ്വാസമാണ്. അതിനുള്ള ആരംഭം കുറിച്ചത് ഈ നിക്കായിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പ്രാഥമികമായിട്ട് പറയും. നമ്മൾ ഈ നിക്കാ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ട്രെയിനിന്റെ പേരെന്നെ വന്ദേ ഭാരത് പോകുന്നതായ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അത് നമുക്കറിയാം. ചൊല്ലാൻ തുടങ്ങി കൊടുത്താൽ ഈ വെടിക്കെട്ടിന് തീ കൊടുക്കുന്ന പോലെ നമ്മളത് മുഴുവൻ ചൊല്ലി തീർക്കും, തെറ്റില്ല. പക്ഷെ ചോദ്യം ഇതാണ്, മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കിയിട്ടാണോ ചൊല്ലുന്നത്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ യജ്ഞം അല്ലെങ്കിൽ ഈ ക്ലാസിന്റെ യജ്ഞം ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് എത്ര പാരഗ്രാഫ്സ് ഉണ്ട്? നമ്മൾ ചൊല്ലുന്ന നിങ്ങളുടെ ബുക്കുണ്ടല്ലോ, ഈ നമ്മുടെ പരസ്യ ആരാധനകളും അതിലേക്കൊന്ന് നോക്കി എത്ര പാരഗ്രാഫ് ഉണ്ട്? 4. ഈ 4 പാരഗ്രാഫിൽ എത്ര കാര്യങ്ങളാണ്? ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയണ്ട. അതിനകത്ത് ഞാൻ പറയാം, 7 കാര്യങ്ങളാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമായിട്ട് ഈ നിക്കാ വിശ്വാസ പ്രമാണം പറയുന്നത്. ഏതൊക്കെയാണ്? ഡോക്ടർ ഇവിടെ ഇതുകൊണ്ടായിരുന്നല്ലേ? ഇപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത്. ഏതൊക്കെയാ? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, എന്താണ് സഭ, എന്താണ് മാമോദീസ, മരണാനന്തര ജീവിതം, കർത്താവിൻ്റെ വീണ്ടും വരവും മാത്രമല്ല പുതുജീവനും. ഇങ്ങനെ 7 കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഈ 7 കാര്യങ്ങളല്ലാതെ ഒരു സമയം ഒന്നും കൂടുതലായിട്ട് പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കാനായിട്ട് സാധ്യവുമല്ല. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഈ 7 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നു, രണ്ടാമതായ പുത്രനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു, മൂന്നാമത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, 4ാമത് സഭയെക്കുറിച്ച് പറയുന്നു, 5ാമത് മാമോദീസ എന്താണെന്ന് പറയുന്നു, 6ാമത് മരണാനന്തര ജീവൻ അല്ലെങ്കിൽ മരണം കഴിഞ്ഞിട്ട് നമുക്കൊരു നിത്യജീവനുണ്ട് എന്നുള്ളതും, പിന്നെ കർത്താവിൻ്റെ മടങ്ങി വരും, നിത്യത അല്ലെങ്കിൽ നിത്യതയിൽ ലഭിക്കുന്ന പുതുജീവൻ. ഈ 7 കാര്യങ്ങൾ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഇതിൻ്റെ 7 കാര്യങ്ങളുടെയും വിശദാംശങ്ങളിലേക്കും വിശദീകരണത്തിലേക്കും പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഓരോ കാര്യം എത്രയും പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം പിതാവായ ദൈവം. എന്താ ഈ പിതാവായ ദൈവം ചെയ്യുന്നത്? 5 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 5-6 കാര്യങ്ങൾ. പിതാവാണ്, സർവശക്തനാണ്, സൃഷ്ടാവാണ്, സത്യമാണ്, ഏകമാണ്. എന്താ ഈ പിതാവെന്നുള്ള വാക്കിന്റെ അർത്ഥം? പിതാവെന്ന വാക്കിന്റെ അർത്ഥം ജനനം കൊടുക്കുന്ന
കൊടുക്കുന്നവൻ മാത്രമല്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവൻ. അതുകൊണ്ടാണ് വേദപുസ്തകവും നമ്മൾ പ്രത്യേകിച്ച് പഴയ നിയമം വായിക്കുമ്പോൾ ദൈവം ആരെന്നുള്ളതാണ് ചോദ്യത്തിന് ദരിദ്രരുടെയും അനാഥരുടെയും വിധവന്മാരുടെയും ദൈവമാണ്. അവരൊക്കെ കരുതുന്നതായ ദൈവമാണ്. സൃഷ്ടിച്ചവൻ മാത്രമല്ല, കരുതുന്നവനുമാണ്. പല മതങ്ങളും ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയും. പക്ഷെങ്കിൽ മറ്റു മതങ്ങൾ മോശമാണെന്നോ അല്ലെങ്കിൽ അവര് ഇന്നത് പറയുന്നില്ല എന്നത് ഞാൻ കമ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, ക്രിസ്തീയ മാർഗമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യനെ കരുതുന്നു, മനുഷ്യന്റെ വേദനകളിൽ പങ്കാളിയാണ് എന്ന് പറയുന്നതായ മാർഗം ക്രിസ്തീയ മാർഗം. അതുകൊണ്ട് പിതാവ് ജനനം നൽകുന്നവ മാത്രമല്ല, കരുതുന്നവനാണ്, സകലത്തിന്റെ സൃഷ്ടാവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അത് വിശദമാക്കേണ്ട അനേക സമയമെടുത്ത് വിശദമാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ തിയോളജിക്കൽ കോളേജിൽ പഠിപ്പിക്കുമ്പോഴത് ഒരു വലിയ വിഷയമായിട്ട് തന്നെ പോകുന്നത്. അതിനുള്ള അവസരം കൂടിയില്ല. എന്നാൽ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, സൃഷ്ടവും സൃഷ്ടിയും തമ്മിൽ ബന്ധമുണ്ട്, വ്യത്യാസമുണ്ട്. ഇന്ന് നാം ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഇനി അടുത്തൊരു സമയം വരുമ്പോഴത്തേക്ക് ഇപ്പം എന്നെ പോലെയുള്ള ഒരാളെ ഇതുപോലെ തന്നെ ജീവനുള്ളവനായിട്ട് സൃഷ്ടിക്കാനായിട്ടൊരു പക്ഷെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിച്ചു എന്ന് വരാം. എങ്കിലും അങ്ങനെ എത്ര പുരോഗതി ശാസ്ത്രവും സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയാലും മനുഷ്യനുണ്ടാക്കുന്ന ഏതും എന്തും ആ സൃഷ്ടാവിൽ നിന്ന് ബന്ധം കാണും, അകന്നതായിരിക്കും. ഇതിന് സമമാണെന്ന് പറയാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് സൃഷ്ടവും സൃഷ്ടിയും തമ്മിൽ ബന്ധവുമുണ്ട്, വ്യത്യാസമുണ്ട്. എന്താ പറയുന്നത്? ദൈവം ഏകനാണെന്ന് പറയുന്നു. അതായത് ബഹുദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നതായ ഒരു സമൂഹത്തിൽ നിന്നാണ് ഏകദൈവ വിശ്വാസത്തിലേക്ക് വരുന്നത്. അതിൽ ആദ്യം ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയുടെ പേരാണ് അബ്രഹാം. അതാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ദൈവം ഏകനാണെന്ന് ആദ്യമായിട്ട് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അബ്രഹാം പുസ്തകം എഴുതുന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ സ്വന്തം ജീവിതത്തിൽ കൂടെ മറ്റുള്ളവരെ പഠിപ്പിച്ചത് അബ്രഹാം. അപ്പം ഏകം. പിന്നെ എന്താ പറയുന്നത്? ദൈവം സത്യമാണെന്ന് പറയുന്നു. ഈ ലോകത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്നുകിൽ സത്യം അല്ലെങ്കിൽ അസത്യം. അർത്ഥസത്യം എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല. അത് നമ്മൾ സൗകര്യപ്രദമായിട്ട് പറയുന്നതെന്നുള്ളേ ഉള്ളൂ. അർത്ഥസത്യം എന്ന് പറഞ്ഞാൽ കള്ളമെന്ന് തന്നെ എൻ്റെ അർത്ഥം. ഒന്നുകിൽ സത്യം അല്ലെങ്കിൽ പൊളി. ഒന്നുകിൽ അത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യമില്ല. അപ്പോൾ ദൈവം സത്യമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അസത്യമില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ആരാണ് യേശുക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് കൊരിന്ത്യരെ ഓർപ്പിക്കുകയാണ്, യേശുക്രിസ്തു ദൈവത്തിന്റെ ഉവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ യേസാണ് യേശുക്രിസ്തു. ഈ ദൈവത്തിന്റെ സത്യമാണ് യേശുക്രിസ്തു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഇത് നമുക്ക് ലഭിച്ചത് പഴയ നിയമത്തിൽ നിന്ന്. ഞാൻ ഈ പറഞ്ഞതായ ഈ 5 കാര്യങ്ങളും അത് നമുക്ക് ലഭിച്ചത് പഴയ നിയമത്തിൽ നിന്ന്. അപ്പോൾ അറിയൂസിനെ പോലുള്ള ഒരാള് അയാൾ തെറ്റിദ്ധരിച്ചു, ഓ ഇതാണല്ലോ ദൈവം, ഇതാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്, ആ ദൈവത്തിന്റെ സമനായിട്ട് ആരുമില്ലല്ലോ. നല്ല മനുഷ്യനായതുകൊണ്ട് ശുദ്ധഗതിക്കാരനായതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചു. അതുപോലെ അപ്പോൾ ഇത് പഴയ നിയമത്തിന്റെ യഹൂദ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. അത് നമ്മൾ ഫോളോ ചെയ്യും. എന്നാൽ അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം പൂർണ്ണമാകത്തില്ല. ഇത് അടിസ്ഥാന പ്രമാണമാണ്, അടിസ്ഥാന വിശ്വാസമാണ് സംബന്ധിച്ചു. ഇത് നമുക്ക് ഫൗണ്ടേഷൻ, ഒരു കെട്ടിടത്തിന്റെ തറക്കല്ല് പോലെ നമുക്ക് കരുതാം. എന്നാൽ കെട്ടിടത്തിൽ തറക്കല്ലിട്ടുകൊണ്ട് മാത്രമായിട്ടോ മുകളിലോട്ട് സ്ട്രക്ചർ പണിയല്ല. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ ഏകപുത്രനം എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. അപ്പോൾ ഇതിനകത്ത്, അതായത് ഈ നിത്യാവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ മലയാളത്തിലെ ഇതെഴുതി നോക്കാമെങ്കിൽ ഏകദേശം 122 വാക്കുകളുണ്ട്. മൊത്തം ഒരു 2-2.5 മിനിറ്റ് കൊണ്ട് നമുക്കത് ചൊല്ലി തീർക്കാം. ആ 122 വാക്കുകളിൽ ഏകദേശം 68 വാക്കുകൾ
പുത്രനായ ദൈവത്തെ കുറിച്ച് പറയുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ആ രണ്ടാമത്തെ പാരഗ്രാഫ് നാം നോക്കാമെങ്കിൽ അതിനകത്ത് 3 കാര്യങ്ങളാണ്. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പല കാര്യങ്ങൾ പറഞ്ഞത് അതിനെ സമാഹരിച്ച് 3ആയിട്ട് വിഭജിക്കാം. ഒന്നാമത്തെ കാര്യം നിത്യതയിൽ ഉണ്ടായിരുന്നതായ ക്രിസ്തു, ഇറ്റേണൽ ക്രൈസ്റ്റ് ഇൻ ഇറ്റേണിറ്റി. പുത്രനായ ദൈവം ഇപ്പോഴാണ് ഉണ്ടായതോ ആരോ ഉണ്ടാക്കിയതോ ദൈവം ഉണ്ടാക്കിയതൊന്നുമല്ല, നിത്യതയിൽ ഉണ്ടായിരുന്നു. ഇറ്റേണിറ്റി ഓഫ് ക്രൈസ്റ്റ്, അതാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ക്രൈസ്റ്റ്. ആ ദൈവം തന്നെയാണ് ഈ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നത്. പൊന്തിയോസ് കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത് പൊന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ടു. അത്രയുമാണ് ആ ഹിസ്റ്റോറിക്കൽ ക്രൈസ്റ്റ്. പിന്നെ പറയുന്നു ഉയർത്തെഴുന്നേറ്റ് വരവിനായിട്ട് ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ക്രൈസ്റ്റ് ഇൻ ഇറ്റേണിറ്റി, രണ്ടാമത്തേത് ക്രൈസ്റ്റ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലുള്ള. മൂന്നാമത്തേത് ഇനിയും വരുവാനായിട്ട് പോയവൻ അയപ്പോൾ ഇതുപോലെ തന്നെ മടങ്ങി വരും. ഇത് ക്രിസ്ത്യ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. കർത്താവിന്റെ വീണ്ടും വരവ്, നമ്മൾ സാധാരണ പറയാറുള്ളത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ഇത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. അപ്പോൾ ഇവിടെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിഖ്യ അതുല്യമായ യാതൊരു വിധത്തിലുള്ളതായ വേറൊരു തുല്യതയില്ലാത്തതായ 2 പ്രസ്താവനകൾ നടത്തിയത്. ഒന്ന്, യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്, യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു പൂർണ്ണ ദൈവമായിരിക്കേണ്ടത്? അതായത് നമുക്ക് വാച്ച് കേടാം. ആ വാച്ച് കേടാകുന്നതായുള്ള അവസരത്തിൽ അത് നന്നാക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു വടയുണ്ടാക്കുന്നവരുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലോ ഡോക്ടറുടെ കയ്യിലോ അല്ലെങ്കിൽ വേറൊരു അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ്റെ കയ്യിലോ ഈ വാച്ച് നന്നാക്കി തന്നെ എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. വാച്ച് നന്നാക്കണമെങ്കിൽ, കേടായ വാച്ച് നന്നാക്കണമെങ്കിൽ വാച്ച് ഉണ്ടാക്കിയതിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു വാച്ച് റിപ്പയറിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്നതുപോലെ തന്നെ മനുഷ്യന്റെ എന്താണ് മനുഷ്യന്റെ കുഴപ്പം എന്നുള്ളത് ഡയഗ്നൈസ് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് ഒറ്റയാളേ ഉള്ളൂ, നിർമ്മിതാവ് സൃഷ്ടാവ്. അപ്പോൾ ആ സൃഷ്ടാവെന്ന് മനസ്സിലായി ഇവിടെ കുഴപ്പം എന്താണ്? നമ്മുടെ ഏറ്റവും വലുതായ കുഴപ്പം എന്ന് പറയുന്നത്, നമ്മുടെ രോഗം എന്ന് പറയുന്നത് നമ്മുടെ പാപമാണ്. അപ്പോൾ ആ പാപത്തിൽ നിന്ന് പരിപൂർണ സൗഖ്യം ലഭിക്കാനായിട്ട് ഒരു പരിപൂർണ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. അത് അറിയിച്ച് വിശ്വസിച്ചില്ല. 2, എന്തുകൊണ്ട് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരിക്കണം? ഫുള്ളി ഹ്യൂമൻ. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അതായത് ഈ ഇന്റർസെസറി പ്രയർ മനപ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നൊമ്പരങ്ങളെ അറിയുന്നവരുണ്ട്. അതായത് ഈ വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് നിന്റെ വേദന അറിയുന്നവനാണ് ദൈവം, നിന്റെ വേദനകളെ പരിഹരിക്കുന്നവനാണ് ദൈവം, നിന്റെ വേദനകളിൽ നിനക്ക് കൂട്ടാളിയായി നിൽക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ക്രിസ്ത്യ വിശ്വാസം അതാണല്ലോ നമ്മളിപ്പോൾ ആഘോഷിക്കാൻ പോകുന്നത്. അതായത് ദൈവം മനുഷ്യനായി തീർന്നു ക്രിസ്മസ് കാലയളവ്. ഇന്നലെ ആയിരുന്നല്ലോ നമ്മുടെ പുൽക്കൂട്ടിൽ പൂക്കാല തിരുവല്ലായ മനോഹരമായ സദസ്സ്, എക്സംപ്ലറി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഇതൊക്കെയായിരുന്നു. എല്ലാം വളരെ ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു, ഇതിൻ്റെ ഭംഗിയും അതെല്ലാം ആസ്വദിച്ച ശേഷം ചോദിച്ചു, എന്നോട് ചോദിക്കും ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ തന്നെ പറ. അപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞു, ക്രിസ്മസിൻ്റെ സന്ദേശം വേദനിക്കുന്നവരോടുകൂടെയുള്ള യേശുവിൻ്റെ ഐഡന്റിഫിക്കേഷൻ, താതാത്മ്യമാണ്.
നമ്മളിന്ന് നടത്തുന്നതായ ക്രിസ്മസ് ഒക്കെ കാണുമ്പോൾ പടക്കം, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് ഇപ്പം കാർഡൊന്നും ഇലക്ട്രോണിക് കാർഡാണെങ്കിൽ പോലും എല്ലാം വളരെ കോമ്പൻ ഷോയാണ്. ഭയങ്കരം ആഘോഷം, തിമിർപ്പ് പിടിച്ചതായ ആഘോഷം, വസ്ത്രധാരണം, ഭക്ഷണം എന്ന് വേണ്ട. പക്ഷേ അങ്ങനെ അല്ലായിരുന്നല്ലോ. യേശുക്രിസ്തു ഏറ്റവും ദരിദ്രനോടും വേദനിക്കുന്നവനോടും വീടില്ലാത്തവനോടും കൂടില്ലാത്തവനോടും പേരില്ലാത്തവനോടും കൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വന്നതുകൊണ്ടാണ് പോയി ഒരു കാലിത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്നത്. അതൊരിക്കലും ഒരു കൊട്ടാരത്തിൽ പോയി പറക്കാൻ വയ്യാഞ്ഞിട്ടല്ല. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വേദനിക്കുന്നവനോടുകൂടെ വേദനിക്കുന്നത്. അപ്പോൾ പൂർണ്ണ ദൈവമായിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചില മതങ്ങൾ പറയും ദൈവം എലിയായിട്ട് വന്നു, ചില മതങ്ങൾ പറയും അവതാരം എടുത്തതായ അവസരത്തിൽ പന്നിയായി, പിന്നെ വരാഹമായി, കൂർമ്മമായി, ഇന്ന് മത്സ്യമായി, ഇതൊക്കെ പറയാറുണ്ട്. അത് അവരുടെ വ്യാഖ്യാനം, അത് അവർ നടത്തണം. ഏതായാലും വേദപുസ്തകം പറയുന്നത് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഒരു മൃഗമായോ മനുഷ്യനായോ പക്ഷിയായോ അല്ലെങ്കിൽ ഒരു മാലാഖയായിട്ടോ അല്ല. എൻ്റെ നിങ്ങളുടെയും നമ്മുടെയൊക്കെ വേദന അനുഭവിച്ചറിയാവുന്ന, പങ്കിടാവുന്ന ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ആ വിധത്തിലാണ് യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഈ യേശുക്രിസ്തു പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഹോളി സ്പിരിറ്റ്. ഇത് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. പരിശുദ്ധാത്മാവില്ലാതെ ഒരു വിധത്തിലും ക്രിസ്ത്യൻ വിശ്വാസം പൂർണ്ണമാകുകയില്ല. പിതാവായ ദൈവം എന്താ നമ്മെ ഓർപ്പിക്കുന്നത്? സൃഷ്ടാവാണ്. പുത്രനായ ദൈവം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? രക്ഷകനാണ്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? ശുദ്ധീകരിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനുമാണ്. അതുകൊണ്ട് സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശുദ്ധീകരിക്കുകയും വേണം, പൂർത്തീകരിക്കുകയും വേണം. ആ കാര്യമാണ് പരിശുദ്ധാത്മാവ് നടത്തുന്നത്. അതുകൊണ്ട് അവിടെ നാം പറയുന്നത് എന്താണ്? പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ആരാണ്, എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് വരുന്നത്? പിതാവ് അയച്ചു. ആര് പറഞ്ഞു? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുത്തിലേക്ക് അയക്കും. അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. അതുകൊണ്ട് പിതാവിൽ നിന്നാണ് ഈ ആത്മാവ് വരുന്നത്, അല്ലാതെ വേറെ ആരും ഉണ്ടാക്കിയത്. ആ ആത്മാവ് പുതിയ ആത്മാവാണോ? അല്ല. ഇത് നിരന്തരമായി മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്ന ആത്മാവാണ്. എങ്ങനെ? നിബ്യന്മാരെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ, സ്ലീഹന്മാരെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ. ഇങ്ങനെ ദൈവം തെരഞ്ഞെടുത്തതായ വ്യക്തികളിൽ കൂടെ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നതായ വ്യക്തിയാണ് ഈ പരിശുദ്ധാത്മാവ്. മാത്രമല്ല ആ പരിശുദ്ധാത്മാവ് ഏകനാണ്, ജീവനുള്ളവനാണ്, ജീവിപ്പിക്കുന്നവനാണ്. അത് ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. അതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ. അത് അവിടെയും ഒരു 6-7 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും. അപ്പോൾ ഇതുകൊണ്ടാണ്, ഈ 3 കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം തൃത്വവിശ്വാസം എന്ന് നമ്മൾ പറയുവാനായിട്ട് കാരണം. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിന്നെ സമയത്തിൻ്റെ അഭാവം നിമിത്തമാണ് ഞാൻ നിർത്താതെ മുന്നോട്ട് പോകുന്നത്. പിന്നീട് സഭയെക്കുറിച്ച് പറയും. എന്താ പറയുന്നത്? സഭയെക്കുറിച്ച് 4 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? സഭ ഏകമാണ്, വിശുദ്ധമാണ്, കാതോലികവുമാണ്, അപ്പോസ്തോലികവുമാണ്. സഭ ഏകമെന്ന് പറയാനായിട്ട് കാരണം എന്താണ്? യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിന് ഒരു തലയോ, അതാണ് നോർമൽ. വേറെ വന്നെങ്കിൽ അതാണ് നോർമൽ. അപ്പോൾ ഏകമാണ്. ഒരു ഉടലിന്, ഒരു ശരീരത്തിന് ഒരു തല എന്നതുപോലെ സഭ എന്ന് പറയുന്നത് പല സഭകൾ കാണും. എന്നാൽ ഇതിൻ്റെ എല്ലാം ഈ ശിരസ് എന്ന് പറയുന്നത് ഒറ്റ വ്യക്തിയാണ്. അത് മറ്റാരുമല്ല,
അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ശിരസ് ഒന്ന് മാത്രമേ ഉള്ളത് കൊണ്ട് ഉടല് അവയവങ്ങൾ പലതുണ്ടെങ്കിലും ഇതെല്ലാം ഇതുമായിട്ട് കണക്ട് ആയിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഏകത്വമുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും തമ്മിൽ പല പല വ്യത്യാസങ്ങൾ കാണും, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ഏകത്വമുണ്ട്. ആ ഏകത്വം എവിടെയാണ്? വി ഹാവ് എ യൂണിറ്റി. അതായത് കുടുംബ വ്യത്യാസം, ഭാഷ വ്യത്യാസം, നിറം വ്യത്യാസം, ബുദ്ധി വ്യത്യാസം, എന്തെല്ലാം വ്യത്യാസങ്ങളാണ്. പക്ഷെങ്കിൽ നമുക്ക് ഒരു വിശ്വാസിയാണോ, ആ വിശ്വാസിക്ക് അതവൻ കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ദരിദ്രനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, എന്ത് തന്നെയല്ല, അല്ലെങ്കിൽ പേഷ്കാരാകട്ടെ, പ്യൂണാകട്ടെ, ആരായാലും എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഒരു യൂണിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതാണ് അവസരത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് വന്ന് ഇതിൻ്റെ അവിടെ മുട്ടുകുത്തിയാലും ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൂടെ വരുന്നതായ ആ ADCക്കും ഇവിടെ വന്ന് മുട്ടുകുത്താനായിട്ട് സാധിക്കുന്നു. വി ഹാവ് എ യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. 2, ഏകമാണ്, വിശുദ്ധമാണ്. എന്നെ കണ്ടാൽ, നിങ്ങളെ കണ്ടാൽ, ഞങ്ങളുടെ അച്ഛന്മാരെ കണ്ടാൽ വിശുദ്ധരാണെന്ന് പറയുന്നു ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് വിശുദ്ധി എന്ന് പറയുന്നത്? നമ്മളെ കണ്ടാൽ ലോകം പറയുമ്പോൾ അയ്യോ വിശുദ്ധരായ, അതല്ല എൻ്റെ അർത്ഥം. വിശുദ്ധി എന്നതായ വാക്കിൻ്റെ അർത്ഥം സെപ്പറേറ്റഡ് ഫോർ ഗോഡ്സ് പർപ്പസ്, ദൈവോദ്ദേശം നിറവേറ്റുവാനായിട്ട് വേർതിരിക്കപ്പെട്ടവർ എന്നാണ്. ആ ഉത്ബോധം നമുക്കുണ്ടായിരിക്കണം. ഞാനും നിങ്ങളും ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും വി ആർ കോൾഡ് ടു ബി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിൻ്റെ സ്ഥാനാപതികളായിരിക്കാനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാകുന്നു. ആ ഒരു ബോധം, ആ ഉത്ബോധത്തിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സഭ കാതോലികം എന്ന് പറയുന്നത്? കാതോലികം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക എന്നുള്ള അർത്ഥത്തിലല്ല. കാതോലികം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ, യുബിക്വസ്, അതായത് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നു. അതെന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. സോ ഒരു സെന്റർ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പെരിഫറിക്ക് അതിനെ അകത്ത് നിർണ്ണയിക്കാൻ സാധ്യമല്ല. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു എവരി nook and corner of this globe. അതുകൊണ്ട് സഭ ഒരിടത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. യേശുവിൻ്റെ സുവിശേഷം ലോകത്തിലെങ്ങും കൊടുക്കേണ്ടതാകുന്നു. അതുകൊണ്ട് സർവ്വജാതിയോടും സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആജ്ഞ, കർത്താവിൻ്റെ ആജ്ഞ. കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭ കാതോലികം എന്ന് പറയുവാനായിട്ട്, യൂണിവേഴ്സൽ എന്ന് പറയാനായിട്ട് മാറി. അപ്പോസ്തോലികം എന്തുകൊണ്ടാണ് അപ്പോസ്തോലികം എന്ന് പറയുന്നത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനിവിടെ പറയുന്നതും നിങ്ങളിന്നോട് നമ്മളെല്ലാവരും കൂടിയതും ഇന്ന് പ്രാർത്ഥിച്ചതായ എല്ലാ പ്രാർത്ഥനയും ഈ വേദപുസ്തകം ഉൾപ്പെടെയുള്ളതായ എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെ ലഭിച്ചു? ഇതപ്പോൾ യേശുക്രിസ്തു നൽകി, ദൈവം നൽകി എന്നുള്ളത് ശരി, പക്ഷെ അത് നമുക്ക് കൈമാറ്റം ചെയ്തത് അപ്പോസ്തലന്മാർ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക വിശ്വാസമാണ്. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമല്ലാതെ വേറൊന്നും പഠിപ്പിക്കാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് നാളെ ഞാൻ ഒരു വലിയ ഒരു വളരെ വിപ്ലവകരമായ ഒരു കാര്യം പറയുകയാണ്, അതിന് വേദപുസ്തകവുമായിട്ട് ബന്ധമില്ലെങ്കിൽ ആരും അത് സ്വീകരിക്കാൻ പോകുന്നില്ല. സഭയാണോ, ആ സഭ അപ്പോസ്തോലികമായിരിക്കണം. അത് യേശുക്രിസ്തുവിന്റെ ഉപദേശത്തോടും ഈ ശിഷ്യന്മാര് അപ്പോസ്തോലിക സഭ നൽകിയതായ കൈമാറ്റം ചെയ്തതായ കാര്യത്തോടും വിധേയപ്പെട്ടതായിരിക്കണം. അതുകൊണ്ടാണ് അതിനെ അപ്പോസ്തോലികം. 2, അപ്പോസ്തോലികത്തിന് വേറൊരർത്ഥമുണ്ട്. ഓരോ വിശ്വാസിയും ഓരോ അപ്പോസ്തലൻ എന്നാണ്. അതുകൊണ്ടാണ് എബ്രഹാം മാർത്തോമാ നമ്മോട് പറയുന്നത് ഓരോ മാർത്തോമാക്കാരനും ഓരോ മാർത്തോമാക്കാരിയും അവൻ സുവിശേഷകനാകുന്നു എന്നുള്ളത്. ആ ഒരു ചുമതല യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നമ്മളൊക്കെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് എന്ന് നാം ഓർത്തിരിക്കുക. ഇനി പാപമോചനത്തിലുള്ള മാമോദീസ, അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ആ സമയത്ത് ചോദിക്കാം. ഇനി അതിലേക്ക് ഞാൻ ഇപ്പം പ്രവേശിക്കുന്നില്ല. 5ാമത്തെ കാര്യമായിട്ട് അത് പറഞ്ഞ് 6ാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മരണാനന്തര ജീവിതം. ഈ യേശുക്രിസ്തു ജീവിച്ച കാലത്തും അതിനെ തുടർന്നും ആദിമ സഭയിലെ വിശ്വാസികളുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് കൊരിന്ത്യരുടെ വിശ്വാസികൾ വിശുദ്ധ പൗലോസിനോട് ചോദിച്ചു, ഈ മരണത്തിന് ശേഷം വല്ല ജീവനുണ്ടോ? അങ്ങനെ ഇല്ലെന്നാണ്, അത് ഇല്ലെന്നായതിനാണ് യഹൂദന്മാരുൾപ്പെടെയുള്ളവർ വിശ്വസിച്ചിരുന്നത്.
മറ്റു മതക്കാരും അതാ പഠിപ്പിച്ച. അപ്പൊ ഈ ആദിമ വിശ്വാസികൾ, കൊരിന്തിലെ വിശ്വാസികള് അവര് അതിനെക്കുറിച്ച് ബേജാറായി വിശുദ്ധ പൗലോസിനോട് ചോദിച്ചു. അപ്പൊ അതിനും നൽകുന്ന ഉത്തരമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അതായത് എപ്രകാരം ഒരു വിത്ത് നടുന്നുവോ ആ വിത്ത് ചാകുന്നു, ആ വിത്തിൽ നിന്ന് വേറൊരു മുള വരുന്നു, ആ മുള വളർന്ന് ഒരു സസ്യമായും വൃക്ഷമായും തീരുന്നു, അത് പുഷ്പിക്കുന്നു, കായ്ക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യ ജീവിതം. ഇവിടെ തകർന്നുകയും തളരുകയും ചെയ്യുന്നതല്ല, അത് നിത്യത വരെ വളരുന്നതാണ്, പന്തലിക്കുന്നതാണ് എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞു. അതായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഈ നിഖ്യാൻ വിശ്വാസ പ്രമാണം പഠിപ്പിക്കുന്നു. ഇനി കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അങ്ങനെ ഉണ്ടോ? ഇപ്പൊ അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ വളരെ കുറവാണ്. എന്നാൽ ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം. അതായത് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും, വീണ്ടും വരുന്ന വിധത്തെക്കുറിച്ചും ഏത് ദിനമാണെന്നുള്ളതിനെ കുറിച്ചും നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുക്കാമെന്നുള്ളതല്ല. ഒരു കാര്യം വ്യക്തമാണ്, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് തന്നെ കാത്തിരിക്കുന്നവരുടെ വീണ്ടെടുപ്പിനായും ഈ പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് വീണ്ടും വരും, അതിനെ പൂർത്തീകരിക്കും എന്നത് ഒരു അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അതുകൊണ്ട് ഈ നിഖ്യാവിശ്വാസ പ്രമാണം ഏറ്റു പറയുന്നതാണ് അവസരത്തില് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചൊല്ലാനായിട്ട്. പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രനായ ദൈവത്തിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവുള്ള വിശ്വാസം, സഭയിലുള്ളതായ വിശ്വാസം, അതുപോലെ തന്നെ മാമോദീസായുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, മാത്രമല്ല കർത്താവിന്റെ മടങ്ങിവരവ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യ പ്രാഥമികമായ ഇത് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് നൽകിയതായ സമയം മിക്കവാറും തീരുകയാണ്. എന്നാൽ തീരുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം, ഇതുവരെ നമ്മൾ ഈ പറഞ്ഞത് വളരെ വിശ്വാസപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡോക്ട്രിൻസ് ഒക്കെയാണ് പറഞ്ഞത്. അതായത് എന്താണ് വിശ്വാസം, എന്താണ് വിശ്വാസ സംഹിത, ഇതൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ നിഖ്യാ സമ്മേളനം ലോക സംസ്കാരത്തിന് നൽകിയതായ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞില്ല എങ്കിൽ ഈ നിഖ്യായെ കുറിച്ചുള്ളതായ ഏത് വ്യാഖ്യാനവും അപൂർണം ആയിരിക്കും. സഭ പബ്ലിഷ് ചെയ്തതായ ആ പുസ്തകത്തിൻ്റെ രൂപീകരണത്തിന് ഞങ്ങളെ അച്ഛന്മാർ പലരുണ്ടായിരുന്നു. ഞാനും അതിനകത്ത് ഒരു ഭാഗം എഴുതി. എന്നാൽ ഞാനും പറഞ്ഞ ഒരു കാര്യം അവരാരും ദൂരവുമായിട്ട് എടുത്തില്ല. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അതായത് ഈ നിഖ്യാ വിശ്വാസ പ്രമാണം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ 6-7 കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ. അതല്ലാതെ നീ ഒരു നിരീശ്വരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും പെന്തിക്കോസുകാരനാണെങ്കിലും നീ ഒരു മനുഷ്യനാണോ, ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിനക്ക് പ്രയോജനകരമായ 2 കാര്യങ്ങൾ ഈ നിഖ്യാ ചെയ്യും. ഒന്ന്, അതിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് 2H എന്നാണ്. H എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റർ H. ഒന്ന് ഹോസ്പിറ്റൽ, ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. അതൊരു പക്ഷേ ഡോക്ടർമാര് അവർക്ക് ചിലർക്ക് അറിയാതിരിക്കാം, മിക്കവർക്കും അറിയത്തില്ല. അതായത് ഈ ലോകത്തിൽ ഈ നിഖ്യായുടെ തീരുമാനപ്രകാരമാണ് ആശുപത്രി ഉണ്ടാകണം എന്നുള്ളത് ആദ്യമായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിനു മുമ്പേ ഡോക്ടർ ഇല്ലായിരുന്നു, മരുന്നില്ലായിരുന്നു, ആശുപത്രി ഇല്ലായിരുന്നു, രോഗിയില്ലായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ എന്തേ ഉള്ളായിരുന്നു? അതുവരെ പകലുള്ളതായ ശുശ്രൂഷ മാത്രമേ ഉണ്ടായിരുന്നു, രാത്രി ശുശ്രൂഷ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ ഔട്ട് പേഷ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇൻ പേഷ്യൻസ് ഇല്ലായിരുന്നു. ഇൻ പേഷ്യൻസ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഇൻ പേഷ്യൻസ് ഉണ്ടാകണം എന്നല്ല,
ഇൻപേഷ്യൻസിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ചത് നിക്കായാണ്. അതെന്തുകൊണ്ടാണ് അത് ഞാൻ പുറമല്ലേ പറഞ്ഞു. അപ്പോൾ അവർ നിശ്ചയിച്ചു എല്ലാ സിംഹാസന പള്ളിയോടും ചേർന്ന് എവരി കത്തീഡ്രൽ ഷുഡ് ഹാവ് എ ക്ലിനിക്. നമ്മുടെ ഇന്നത്തെ പോലെ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോസ്പിറ്റൽ ഒന്നുമല്ല. അതായത് രാത്രി ചികിത്സയ്ക്ക് വേണ്ടി ക്ലിനിക്കുകൾ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് രാത്രി ചികിത്സ അതുവരെ ഇല്ലാതിരുന്നത്? അതിന്റെ കാരണം എന്നാണ്? അല്ല, രാത്രി ചികിത്സ പറയുമ്പോൾ എന്തോ നമുക്ക് അവിടെ ലഭിക്കുന്നത് പ്രധാനമായിട്ട് ഉറക്കെ പറ. രാത്രി ചികിത്സ പ്രധാനപ്പെട്ട പ്രശ്നം ശുശ്രൂഷിക്കാൻ ആരെങ്കിലും വേണം, നേഴ്സോ അല്ലെങ്കിൽ സഹായി ആരെങ്കിലും. 2, അതിനൊരു കെട്ടിടം ഉണ്ടാകാൻ. മറ്റേ പകൽ വന്നു, മരുന്ന് വാങ്ങിച്ചു, പോയി. അവിടെ നേഴ്സിന്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല. രാത്രി ഇല്ലാത്തതുകൊണ്ട് പിന്നെ കെട്ടിടത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് സഭ നിശ്ചയിച്ചു ഇവരെ ശുശ്രൂഷിക്കാനായിട്ട് ആൾക്കാരും ഇവരെ കടത്താനായിട്ട് കെട്ടിടവും ഉണ്ടാക്കണം. ഇതാദ്യമായിട്ട് നിശ്ചയിച്ചത് നിക്കായിലെ ഈ തീരുമാനപ്രകാരം. 2, അവിടെ നിശ്ചയിച്ചു ഇൻസ്, INN, ഇൻ എന്ന് പറഞ്ഞാൽ സത്രം, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹോട്ടൽ, അതുണ്ടാക്കണം. അതെന്തിനു വേണ്ടിയായിരുന്നു? പഴയ പുരാതന കാലത്ത് ആരായിരുന്നു ട്രാവൽ ചെയ്യുന്നവർ? 2 കൂട്ടരുണ്ട്. ഒന്ന് കാരവൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഒട്ടകപ്പുറത്ത് 10-50 ഒട്ടകങ്ങളെ ഒരുമിച്ച് അതിന്റെ പുറത്ത് ലോഡുമായിട്ട് പോവുക. അതിന്റെ ലോഡ് എന്താണ്? ആക്രയും പ്ലാസ്റ്റിക് സാധനവും അലുമിനിയം പാത്രവുമാണ്? അല്ല. പിന്നെന്താണ്? സ്വർണം, വെള്ളി, മുത്ത്, രത്നങ്ങൾ, ഇങ്ങനെ വിലയേറിയ സാധനങ്ങളായിട്ട് പോകുന്നതാണ്. അവസരത്തില് വിജനമായ സ്ഥലത്തോടാണ് പോകുന്നത്, മരുഭൂമിയിൽ കൂടെയാണ് പോകുന്നത്. ഇവരെ ആക്രമിക്കും, കൊല്ലും, ഇവരുടെ മുതലെല്ലാം പിടിച്ചെടുക്കും. അപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ മരുഭൂമിയിൽ കൂടെ പോകുകയുള്ളൂ. അപ്പോൾ ഈ കാരവൻസ് പോകുന്നതാണ് അവസരത്തിൽ അതിലെ മനുഷ്യർക്ക് സ്വസ്ഥത ലഭിക്കുന്നതിനും സുരക്ഷിത ലഭിക്കുന്നതിനും ഇൻസ്, സത്രം ഉണ്ടാക്കണം എന്ന് നിശ്ചയിച്ചു. മാത്രമല്ല, അന്നത്തെ ട്രാവലേഴ്സ് ആരായിരുന്നു? പിൽഗ്രിംസ്, അതായത് തീർത്ഥാടനത്തിന് പോകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ 2 കൂട്ടരെ ഉദ്ദേശിച്ചാണ് സത്രം വേണമെന്ന് നിശ്ചയിക്കുക. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് മനുഷ്യരോട് സ്നേഹമാണ്, ഞങ്ങൾക്ക് മനുഷ്യരോട് കരുതലാണ്, അതുകൊണ്ടാണ്, യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ ഇത് ഏത് വേദപുസ്തക പ്രമാണമാണ് ചെയ്തത്? അതിന് വേദപുസ്തകത്തിലൊരു പ്രമാണമുണ്ട്. എന്താണ്? വിലക്സീന എന്ന് യവന ഭാഷയിൽ പറയും. വിലക്സീന എന്ന് പറഞ്ഞാൽ അവരോടുള്ള സ്നേഹം. നിനക്കതിനെ അറിയത്തില്ല, അവിടെ അറിയത്തില്ല. വഴിപോക്കനോടുള്ള സ്നേഹം. ആരാ വഴിപോക്കന്റെ? അമ്മായിപ്പന്റെ അനിയത്തിയുടെ മോനല്ലല്ലോ, എന്നിട്ട് അറിയത്തില്ല. അപ്പോൾ അവരോടുള്ള സ്നേഹം അത് ആരുടെ സ്നേഹമാണ്? ദൈവസ്നേഹമാണ്. അത് എങ്ങനെ മനസ്സിലായി? യേശു ക്രിസ്തുവിനെ മനസ്സിലായി. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതായ സഭ ലോകത്തിന് നൽകിയതായ വലിയ 2 സംഭാവനകളാണ്. ആശുപത്രി പ്രസ്ഥാനവും ഇൻപേഷ്യൻസ്. 2 ഈ ഹോട്ടൽ പ്രസ്ഥാനം. ഇപ്പോൾ അത് ഈ കൊള്ളയടിക്കുന്നതിൻ്റെയും പിന്നെ അനീതി അക്രമമൊക്കെ നടക്കുന്നതിൻ്റെ സ്ഥാനമായി ചെയ്താൽ അതിൻ്റെ അബറേഷൻസ്, അതിൻ്റെ വികല്പങ്ങൾ, അത് പോകട്ടെ. എന്നാൽ ഇത് വളരെ നോബിളായിട്ട്, അതായത് പൈസ ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ആരുടെയും പേരോ പ്രശസ്തിയോ വർണ്ണിക്കാനും വിവരിക്കാനോ ആയിട്ടല്ല, അവരോടുള്ള സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ ചെയ്തതാണ് ഇത്. അപ്പോൾ ഇത് ലോക സംസ്കാരത്തിന് നിത്യ നൽകിയ വലിയ സംഭാവന. 2ാമത്തേത് പറഞ്ഞൂടെ വാക്കുകളെ അവസാനിപ്പിക്കുക. 2ാമത്തേതാണ് ഈസ്റ്റർ. അതായത് ഇന്ന് നമുക്ക് കലണ്ടർ അടിക്കാൻ സാധിക്കുന്നത് നിഖ്യ ഉണ്ടായതുകൊണ്ടാണ്. അതായത് നിഖ്യയിലാണ് തീരുമാനിച്ചത് എങ്ങനെയാണ് ഈസ്റ്ററിന്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത്. അതുവരെ ഈസ്റ്ററിന്റെ ഡേറ്റ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നോക്കാമെങ്കിൽ 2 കാര്യങ്ങൾ കാണാം. മൂവബിൾ ഡേറ്റ്സ് എന്നും ഇമ്മൂവബിൾ ഡേറ്റ്സ് എന്നും പറയും. അതായത് ഇമ്മൂവബിൾ ഡേറ്റ്സിന് നല്ല ഉദാഹരണമാണ് ഡിസംബർ 25. അതിൻ്റെ ദിനങ്ങൾ മാറും,
എന്നാൽ തീയതി മാറത്തില്ല. അതായത് ക്രിസ്മസ് ദിവസം ഏത് ദിവസം വേണമില്ല, ഞായറാകാം, ബുധനാകാം, ശനിയാകാം, ഏതാണ്, അതിൻ്റെ ഡേറ്റ് മാറത്തില്ല. ഡിസംബർ 25 യേശു ക്രിസ്തുവിന്റെ ജനനം. അതിന് ഒരു മാറ്റവും ഇല്ല, ലോകത്തിലൊന്നും മാറ്റമില്ല. പക്ഷെ ദിനം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഈസ്റ്ററിനോ, ഈസ്റ്ററിന്റെ ഞായറാഴ്ച മാത്രമേ ഈസ്റ്റർ സംഭവിക്കുള്ളൂ, വേറെ ഒരു ദിവസവും സംഭവിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഈസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. എന്നാൽ ഈ ദിനം മാറിക്കൊണ്ടിരിക്കും, ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നെന്നുള്ളത് അതിനുള്ള വേറെയും വിദ്യയും മാർഗവും കണ്ടുപിടിച്ചത് ഈ നിഖ്യായി. അതുകൊണ്ട് നിങ്ങൾ ഒരു കലണ്ടർ നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിഖ്യായ അല്ല, കലണ്ടർ അടിച്ചവരെയല്ല. വല്ലപ്പോഴും നിങ്ങൾ ആ കലണ്ടറിൽ നോക്കുമ്പോൾ ഓർക്കണം, ഇത് നിഖ്യ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇത് നൽകിയതായ വലിയ സന്ദേശമാണ്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ പാരഗ്രാഫ് പറയുന്നത്? പിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. ലോകത്തിലുള്ള പ്രബലമായ 3 മതങ്ങളാണ്. 1 ഇസ്ലാം മതം, 2 യഹൂദ മതം, 3 ക്രൈസ്തവ മതം. മറ്റു മതക്കാരൊക്കെ ഇല്ലാന്നുള്ള അർത്ഥത്തിലല്ല. ഈ 3 മതങ്ങളെ വിളിക്കുന്നതാണ് അബ്രഹാമിക് റിലിജിയൻ. അബ്രഹാം പിതാവായിട്ട് അംഗീകരിക്കുന്ന 3 മതങ്ങളാണ് ഇത്. ഇന്ന് മതലഹളകളും മതവൈര്യവും വർദ്ധിച്ചു വരുന്നതായ ഒരു യുഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത്, അത് ഹിന്ദുവിനും മുസൽമാനും പാർസിക്കും നിരീശ്വരനും ഈശ്വര വിശ്വാസിക്കും എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഉള്ളത് പിതാവായ ദൈവമാണ് എന്നുള്ളതായ ആ ഉത്ബോധം മനുഷ്യർക്ക് മതങ്ങൾക്കൊക്കെ ലഭിച്ചാൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ലഭിച്ചാൽ, ഇന്നുള്ളതായ മതവൈര്യത്തിൻ്റെയും ഈ ശണ്ഠകളുടെയും ആവശ്യമില്ല. അതുകൊണ്ട് നിഖ്യ ഈ യൂണിറ്റിക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ആഹ്വാനം നൽകുന്നു. ഇത്രയും കാര്യങ്ങൾ പ്രാധാന്യമായി ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അച്ഛൻ അനുവദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇവിടെ എനിക്ക് പോകാൻ യാതൊരു ധൃതിയില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ സംശയം ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ അച്ഛൻ ചെയ്യും.